ആനി, വിവാഹ ജീവിതത്തിൽ പലതും സഹിക്കേണ്ടി ക്ഷമിക്കേണ്ടിയൊക്കെ വരും. ഞാൻ പറഞ്ഞിട്ടില്ലേ റോയ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന്. ജീവിതം ആസ്വദിക്കാൻ മാത്രം ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന റോയ്ക്ക് ഒരുപക്ഷെ ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിന്ന് വരില്ല. എന്നാലും ചേച്ചി, എനിക്ക് എങ്ങനെ ഇതിന് കഴിയും? ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് കർത്താവ് പൊറുക്കില്ലെന്ന ഞാൻ ഓഫനേജിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അതൊക്കെ ശരിയാ, പക്ഷെ ആനി ഇത് ജീവിതാ. ഒരു ഡോക്ടറായ ഞാൻ പറയാൻ പാടില്ലാത്തതാ. എന്നാലും ആനിയുടെ ഭാവി ഓർത്ത് ഞാൻ പറയാ. ആരോരും ഇല്ലാത്ത ആനിക്കിപ്പോ ഒരു താങ്ങും തണലും റോയിയാ. അപ്പൊ പിന്നെ റോയിയുടെ താല്പര്യമല്ലേ ആനി ഇപ്പൊ കണക്കിലെടുക്കേണ്ടത്? മാഡം, ഒരു ലെറ്റർ ഉണ്ട്. ഡിയർ ആനി, എന്ത് മറുപടിയാണ് ഞാൻ തരേണ്ടത്? പലവട്ടം ചിന്തിച്ചു നോക്കി. എന്നാലും കർത്താവ് മനസ്സിൽ തോന്നിച്ചത് പറയട്ടെ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നതല്ല കുഞ്ഞ്, അത് ഈശ്വരൻ കനിഞ്ഞു നൽകുന്നതാണ്. അത് തിരസ്കരിക്കുന്നത് മഹാപാപമാണ്. ഈ ഒരു കാര്യം ഒഴിച്ചാൽ മറ്റൊരു നീരസവും റോയ് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ഒരുപക്ഷെ സമ്പന്നതയുടെ നടുവിൽ ഒറ്റപ്പെട്ട് ജീവിച്ച മാനസികാവസ്ഥയായിരിക്കും റോയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ആ മനസ്സാനി മാറ്റിയെടുക്കണം. റോയ് മടങ്ങി വരുമ്പോൾ നല്ല നേരത്ത് നല്ല മൂഡിൽ സ്വസ്ഥമായി സംസാരിക്കണം. ജീവിത ലക്ഷ്യവും കുടുംബജീവിതത്തിന്റെ പവിത്രതയുമെല്ലാം റോയെ പറഞ്ഞ് മനസ്സിലാക്കണം. ആനിക്കതിന് കഴിയണം. ആനിയുടെ തീരുമാനങ്ങൾക്ക് കർത്താവിന്റെ പിന്തുണയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ടോം. ഇല്ല നീ തനിക്ക് തെറ്റി. എന്നെ തിരുത്താൻ തനിക്ക് കഴിയില്ല. മദറിന്റെ മുമ്പിൽ മര്യാദക്കാരനായി തനിക്ക് വേണ്ടി യാചിച്ചു എന്ന റോയ് തരനെ കുറിച്ചേ താൻ കേട്ടിട്ടുള്ളൂ. മറ്റൊരു മുഖമുണ്ടായിരുന്നു റോയ്ക്ക്. തന്റെ ഈ കഴുത്തി മിന്നു കിട്ടുന്നവരെ. അനി, ചുറ്റുവട്ടത്തുള്ളവർക്ക് എല്ലാം അറിയാം ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ പെൺകുട്ടി അല്ല ആനിയെന്ന്. റോയ്ക്കൊരു പെണ്ണിനോട് മോഹം തോന്നിയാൽ അവൾ ഇവിടുത്തെ കിടപ്പ് മുറിയിൽ എത്തിയിരിക്കും. അതിനെന്ത് വഴി റോയ് സ്വീകരിക്കും? എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. അത്തരത്തിലൊരു മോഹം നിന്നോട് തോന്നി എനിക്ക്. കഴിഞ്ഞ ഈസ്റ്ററിന് പള്ളി വെച്ച് കണ്ടപ്പോ. പക്ഷേ ഓർഫനേജിലെ അനാഥ പെണ്ണിനെ സ്വന്തമാക്കാൻ പുതിയൊരു വഴി തേടേണ്ടി വന്നു എനിക്ക്. പാവങ്ങൾക്ക് സംഭാവനയായി 5 ലക്ഷം രൂപയും ഒരു പൊന്നിന്റെ മിന്നും. ആ മിന്നുകെട്ടിന്റെ ഔദാര്യവാ മോഹം തീർന്നിട്ട് നിന്നെ ഉപേക്ഷിക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ, മൈ ലൈഫ് ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഈസ് ടു എൻജോയ് ആൻഡ് സെലിബ്രേറ്റ്. അതിനിടയിൽ ഇത്തരം സ്റ്റുപ്പിഡ് സെന്റിമെന്റ്സിനൊന്നും സ്ഥാനമില്ല. You got it? ആശിക്കുന്നത് എന്തും നേടാൻ കർത്താവ് എനിക്കൊരു വഴി കാട്ടിത്തരും. അതുപോലെ മടുക്കുമ്പോ ഉപേക്ഷിക്കാനും. അത്തരത്തിലൊരു പുതിയ വഴിയാവും ഇതും. പക്ഷേ അനാഥാലയത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ വിലക്കുള്ള നിന്നെ ഞാനായിട്ട് ഉപേക്ഷിക്കുന്നില്ല. എന്റെ ശീലങ്ങളെ എതിർക്കാതെ എന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണെങ്കിൽ നിനക്കിവിടെ കഴിയാം. എത്ര നാള് വേണമെങ്കിലും. അതല്ല തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി.
ആനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നാലും ചോദിക്കുക, നല്ലവണ്ണം ആലോചിച്ച് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്? അതെ വിമലേച്ചി, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെ ഒരാളോടൊപ്പം എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എനിക്ക് വയ്യ. പക്ഷെ ഇനി എങ്ങോട്ടും പോവാനില്ല എനിക്ക്. ഇന്നലെ തന്നെ ഞാൻ ചിന്തിച്ചതാ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോന്ന്. പക്ഷെ എന്റെ കുഞ്ഞിനെ ഓർക്കുമ്പോ ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ആനിക്ക് പോവാനിടയില്ലെന്ന് ആര് പറഞ്ഞു? എന്നോടൊപ്പം വരാം ആനിക്ക്. ഡിയർ ടോം, ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുന്നു, പുതിയ പ്രതീക്ഷകളും. ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി ടോം. എന്റെ പൊന്നുമോളുടെ നിഷ്കളങ്കമായ മുഖം ആദ്യമായി കണ്ടപ്പോ ഉള്ള നീറുകയായിരുന്നു. ഈ ശപിക്കപ്പെട്ടവളുടെ വയറ്റിലാണല്ലോ അവള് പിറന്നതെന്നോർത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം മറക്കുന്നു. എന്നാലും ഒരു കടപ്പാടിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു ടോം. എങ്ങു നിന്നോ വന്ന് എന്റെ വിഷമങ്ങൾ അറിഞ്ഞ് എനിക്ക് സ്വാന്തനമേകിയ സണ്ണിയോടുള്ള കടപ്പാട്. എന്ത് തിരിച്ചു നൽകിയാലാ അത് തീരാ? സണ്ണിയും ആ കുട്ടികളും അമ്മച്ചിയുമെല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഇപ്പൊ മാറിയിരിക്കുന്നു. എന്നാലും സണ്ണിയെ ഇനി ബുദ്ധിമുട്ടിക്കാതെ ആ സൗഹൃദത്തിന് വിരാമം ഇടണമെന്ന് മനസ്സ് പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് നന്ദികേടാണോ? ഒരു മറുപടി തരൂ ടോം. എന്തർത്ഥമാണ് ഇനി ഞാൻ ആ സൗഹൃദത്തിന് നൽകേണ്ടത്? ടോമിന്റെ മറുപടിയും കാത്ത് ആനി. അമ്മച്ചിയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? അമ്മച്ചി, കഴിഞ്ഞ 3-4 കൊല്ലമായി നാഴികയ്ക്ക് 40 വട്ടം അമ്മച്ചി ഉരുവിടുന്ന ഒരു കാര്യമില്ലേ? പെണ്ണുകെട്ട് സണ്ണി, പെണ്ണുകെട്ട് സണ്ണീന്ന്. ആണല്ലോ. ആർക്ക് വേണ്ടിയാ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്താ നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ചിന്തയും തോന്നിച്ചോ? എന്റെ പൊന്നും കുരിശു മുത്തപ്പ, എന്താ ഞാൻ ഈ കേക്കുന്നേ? ഇതും എന്നെ പോലെ രണ്ടാം കെട്ട. എന്തേ? അത് വേണോടാ സണ്ണിച്ച? കണ്ടോ, എനിക്ക് രണ്ടാം കെട്ടാവാം, പക്ഷെ പെണ്ണങ്ങനെ പോരാ. ഇതെന്ത് മനസ്ഥിതിയാ അമ്മച്ചി? നീ പറ, ആരാ അത്? അത് പറഞ്ഞ അമ്മച്ചി ഇപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ ഉമ്മ തരും. നീ പറ സണ്ണിച്ച. ആനി. എന്തേ? എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷേ ആനിക്ക് സമ്മതമാവോന്നല്ലേ? ആവും. ആനി കത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയോ? സണ്ണിയുമായുള്ള ബന്ധത്തിന് എന്തർത്ഥമാ നൽകണ്ടേന്ന്. സണ്ണിയും കുട്ടികളും അമ്മച്ചിയെല്ലാം അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന്. ഞാൻ തന്നെയാണ് ടോമെന്നറിഞ്ഞ ഞാൻ വിളിച്ച അവള് വരില്ലേ? അവൾക്ക് ഇനിയും ജീവിക്കാൻ ഏറ്റവും സന്തോഷമായ ഇടം ഇവിടെ തന്നെയല്ലേ? മതി, ഇനി ഒന്നും പറയണ്ട. നീ പോയി ആനിയെ കൂട്ടിക്കൊണ്ടുവാ. കർത്താവിന് തിരികെത്തിച്ച് അമ്മച്ചി കാത്തിരിക്കാം.
അയ്യോ, ഭയക്കണ്ട, പഴയ റോയ് അല്ല ഇത്. യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. റോയിയുടെ ജീവിതത്തിലേക്ക് നിന്നെ തള്ളിവിട്ടതില് എനിക്കും പങ്കുണ്ടായിരുന്നല്ലോ. അതിന്റെ പ്രായശ്ചിത്തമാണ് ഞാൻ ഈ ചെയ്തത്. ഇവൻ ചെയ്തത് കടുത്ത തെറ്റാണെങ്കിലും ഇവനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇവനല്ല അതൊക്കെ ചെയ്തത്. ഇവനെ നിയന്ത്രിച്ചിരുന്ന മനസ്സാണ്. നിന്നെ കണ്ടെത്താൻ ഒരുപാട് ഞങ്ങൾ അലഞ്ഞു. കുഞ്ഞു പിറന്ന വിവരത്തിന് ഡോക്ടർ എഴുതിയ കത്തിൽ നിന്നാണ് നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഇനി സംശയിക്കണ്ട അനി. ഈ കുരിശി തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഒരിക്കലും ഇവൻ പഴയ റോയി ആവില്ല. ഇവൻ അതിന് കഴിയില്ല. നിന്നോട് ഇവൻ ചെയ്ത തെറ്റുകൾ പുറത്ത് ഇവന് മാപ്പ് കൊടുക്കുകയാണ് കർത്താവിനോട് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം. ഇനി ഈ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഞാൻ വീഴ്ത്തില്ല. എളുപ്പിറങ്ങപ്പൂ. ശരി. റോയ്ച്ചനെ പോലെ ഒരു ആൺകുട്ടി മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? എന്നെ പോലെയോ? വേണ്ട. ഇതുപോലൊരാണ് ഇനി ഈ ഭൂമി ജനിക്കരുത്. വളർന്നു വരുമ്പോ ഇവളും തന്നെ പോലെ ആവണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഗുഡ് ഈവനിങ് ആന്റി. അല്ല, ആരാ ഇത്? റോജ, ഇതാ സണ്ണയുടെ കുട്ടികൾ. പപ്പ എന്തേ? പപ്പ പുറകെ വരുന്നുണ്ട്. കുഞ്ഞുവാവെ കാണണ്ടേ? ആ. ദാ ശരിക്ക് കണ്ടോ? ഓ, 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 കരയല്ലേ? നല്ല വാവ. ആ, റോയ്ച്ച, അകത്ത് സ്വീറ്റ്സ് ഇരിപ്പുണ്ട്, ഒന്നിങ്ങെടുക്കൂ.
താങ്ക്സ്. സണ്ണി, ഊഹിക്കാമോ ഇതാരാണെന്ന്? റോയിച്ചനാ. റോയിച്ചൻ തിരിച്ചു വന്നു സണ്ണി. പഴയ റോയിച്ചനായല്ല. കർത്താവ് റോയിച്ചന്റെ കണ്ണ് തുറപ്പിച്ചു. സണ്ണിയെക്കുറിച്ചെല്ലാം ആനി പറഞ്ഞു. അവൾ അനുഭവിച്ച വേദനകൾ കർത്താവിന്റെ കരളലിപ്പിച്ച് കാണും. അതാവും സ്നേഹവും സാന്ത്വനവും നൽകാൻ ഒരു നിയോഗം പോലെ സണ്ണിയെ എത്തിച്ചത്. എല്ലാത്തിനും നന്ദി പറയുന്നു ഞാൻ. കരയല്ലേ. അധികം വന്നേ, ഇവിടുത്താ. ആ വാ വാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആനി, ആ സണ്ണി ഇറങ്ങുവാണെന്ന്. അതാ വരുന്നു. എന്താ ഇത്ര ധൃതി? കുറച്ചു കഴിഞ്ഞ് പോവാം പപ്പ. ശരിയാ പപ്പ. ഏയ് പറ്റില്ല, ഓഫീസിൽ എത്ര കാര്യമുണ്ട്. പിന്നെ ഇവന്മാരെ ഇന്ന് തന്നെ കൊണ്ടുപോയി ആക്കണം അവിടെ. അതുകൊണ്ടാ. ശരി, വരട്ടെ. ശരി. അപ്പു, അച്ചു, വാ ബൈ. വാ. ആ സണ്ണി, ഒരു മിനിറ്റ്. പോകുമ്പോ ഈ കത്ത പെട്ടിയിലിട്ടേക്കോ. ശരി, വരട്ടെ. ബൈ ആന്റി. ബൈ അങ്കിൾ. വാ മോനെ. ബൈ. ഡിയർ ടോം, ടോമിന് ഏറ്റവും ആനന്ദമുളവാക്കുന്ന ഒരു വാർത്ത അറിയിക്കട്ടെ ഞാൻ. എന്നെയും എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ റോയിച്ചൻ വന്നു. ഗബ്രിയേലച്ചന് റോയിച്ചൻ്റെ മനസ്സ് മാറ്റിയെടുത്തത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ ലഭിക്കുകയാണ് ടോം. എനിക്കിപ്പോൾ ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, സണ്ണിയും അമ്മച്ചിയും അച്ചുവും അപ്പും, അങ്ങനെ സ്നേഹമുള്ള ബന്ധുക്കളുണ്ട്. പക്ഷേ ഒരാഗ്രഹം മാത്രം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും വേദനകളിലും എന്നോടൊപ്പം നിന്ന ടോമിനെ എനിക്ക് കാണണം. ആ മുഖം ഒരിക്കലെങ്കിലും കണ്ടാൽ മതി. എന്നിട്ട് ഈ തൂലിക സൗഹൃദം അവസാനിപ്പിക്കാൻ നമുക്ക്. ടോം വരുമെന്ന പ്രതീക്ഷയോടെ, ആനി. പപ്പ, ഇനി നമ്മൾ എങ്ങോട്ടാ? അച്ചു പറ, എങ്ങോട്ടാ നമുക്ക് പോകേണ്ടത്? പപ്പ പറ. പറയട്ടെ. അച്ചും അപ്പും എപ്പോഴും പറയാറുള്ള സ്ഥലമില്ലേ? ഏതാ? ഏത്? വീഗാലാൻഡ്. അത് കഴിഞ്ഞിട്ട് സിൽവർ സ്റ്റോം, ബ്ലാക്ക് തണ്ടർ, പിന്നെ ഡ്രീം വേൾഡ്. അങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ? ഓക്കെ. കേറ. കേറ. ഇരിക്കണം.